ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആശംസകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനുകളുടെ മുമ്പിലാണെന്ന് മനസ്സിലാവുന്നു. ഒരുപക്ഷെ നമ്മൾ അധികം മലയാളികളില്ല എന്ന് കരുതുന്ന വടക്കൻ കൊറിയയിൽ നിന്ന് അടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട്. ഇറാനിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്, പാലസ്തീനിൽ നിന്ന്, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, അത് ലണ്ടനിൽ നിന്ന്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആശംസകൾ വരുന്നുണ്ട്. അതിനിടയിൽ തൃശ്ശൂർക്കാരൻ ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട്, ഇവർ പലരും തൃശ്ശൂരിൽ നിന്നായിരിക്കും മറ്റു രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് അടിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ ഇത് ലോകമെമ്പാടും സാറ്റലൈറ്റ് ചാനലിലൂടെ 24-ലൂടെ ഇത് സ്ഥിരം കാണുന്നവരാണ്. സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണം ആ രീതിയിലെടുക്കുക ഒരു ഹ്യൂമറായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവരൊക്കെ പ്രവാസികൾ ഒരുപക്ഷെ നമ്മുടെ ഒപ്പം തന്നെ അത്രയും ആവേശത്തോടെ തന്നെ ഇത് കാണുകയാണ്. കാരണം വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഗൃഹാതുരത്വം പേർന്നതാണ്. ചെറുപ്പകാലം മുതലേ, ബാല്യം മുതലേ പൂരം കണ്ട് വളർന്നവർ പിന്നീട് അന്യനാടുകളിലാവുമ്പോൾ ആ ഓർമ്മകളുമായിട്ട് തൃശ്ശൂർ പൂരപ്പറമ്പിൽ ബലൂൺ വാങ്ങി നടന്ന കാലം മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നൊസ്റ്റാൾജിക്കായിട്ട് ഗൃഹാതുരത്വത്തോടെ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. കണ്ടോ ഈ ആനകളുടെ നെറ്റിപ്പട്ടം തിളങ്ങുന്നത്, അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്രം വർണ്ണപ്രഭയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നത്, എന്തൊക്കെ നമ്മൾ കാണുകയാണ്. എന്തൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അത് വല്ലാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുന്നു. ആരവങ്ങൾ, നിറയെ ആരവങ്ങളാണ്. അവിടെ മേളപ്പെരുക്കമുണ്ട്. ഒപ്പം തന്നെ കുടകൾ മാറിയും മറിഞ്ഞും വരുന്നു. ഇനിയും വളരെ ഇതായിട്ടുള്ള കുടകൾ വരാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സീക്രട്ട് വെപ്പൺസ് എന്ന് പറയാവുന്ന രഹസ്യ കുടകൾ ഇപ്പോഴും വേണ്ടത്ര പുറത്തെടുത്തിട്ടില്ല. ഇപ്പോൾ എടുത്തതിൽ ഈ നന്ദികേശ് ശിവലിംഗവും അത് തിരുവമ്പാടിയുടേതായിരുന്നു. കഥകളി ദൃശ്യം പാറമേക്കാവിൻ്റേതായിരുന്നു. നിലക്കുടകൾ ഇരുവിഭാഗവും പ്രദർശിപ്പിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുള്ള കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കുടകൾ ഇതാ വന്നിരിക്കുന്നു. വ്യത്യസ്തമായ കുടകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ വരുന്നു. കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളെ മുഴുവൻ മുന്നിൽ നിർത്തുന്ന തരത്തിലേക്ക് കുടമാറ്റം കൂടുതൽ പുതുമകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, നമ്മളുടെ ആനച്ചന്തം, ആനച്ചമയമൊക്കെ കുടകളുടെ രൂപത്തിൽ, വർണ്ണക്കുടകളുടെ രൂപത്തിൽ ഇങ്ങനെ ആകാശത്ത് ഉയർന്ന് താഴുന്നതാണ് നമ്മൾ കാണുന്നത്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇപ്പോൾ ദീപവിന്യാസമൊക്കെ നിറഞ്ഞപ്പോഴേക്കും അത് വല്ലാത്തൊരു മനോഹാരിത ആ പ്രദേശത്തിന് തന്നെയുണ്ട്, ആ ജോഗ്രഫിക്ക് തന്നെയുണ്ട്. അത് ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ കുടകൾ, നിറമുള്ള കുടകൾ വലിയ വെളിച്ചത്തിൻ്റെ അകമ്പടിയോടെ അത് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുകയാണ്. അങ്ങനെ കുടമാറ്റം 1, 2, 3, 4, 5 നിലകളുള്ള വലിയ നിലക്കുടകൾ ഇങ്ങനെ ക്ഷേത്ര ഗോപുരത്തിന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കാണുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള അവർ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകതകളുള്ള സ്പെഷ്യൽ കുടകളെന്ന് അവർ പറയുന്ന കുടകൾ ഓരോന്നോരോന്നായി ഈ മിനിറ്റുകളിൽ ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടമാറ്റം ഏതാണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ആയിരിക്കുന്നു. അതിൻ്റെ ലയവിന്യാസം, അതിൻ്റെ വർണ്ണവിന്യാസം നമ്മളെ അത്ഭുതപ്പെടുത്താൻ തുടങ്ങിയിട്ട് അത് തുടരുകയാണ്. നോക്കൂ, തിരുവമ്പാടിയുടെ ആ ഗോപുരനടയ്ക്ക്, അതായത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയ്ക്ക് നേരെ നിൽക്കുന്ന, അതിന് സമീപത്ത് നിൽക്കുന്ന തിരുവമ്പാടിയുടെ കുടകളുടെ നില അത് ആ ഗോപുരനടയ്ക്കൊപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ എത്രയോ നിലക്കുടകളായി അവരിങ്ങനെ ഉയർത്തുകയാണ്. അതിൻ്റെ വിദൂര ദൃശ്യങ്ങളിൽ എത്ര സുന്ദരമാണ്. പാറമേക്കാവ് അവരുടെ കൈവശമുള്ള കുടകളിൽ സ്പെഷ്യൽ കുടകൾ, ഇപ്പോൾ ആനച്ചമയത്തിൻ്റെ രൂപം അലങ്കരിച്ച കുടകൾ ഇപ്പോൾ ഉയർത്തി. നേരത്തെ ദേവീദേവന്മാരുടെയൊക്കെ രൂപമുള്ള അവരുടെ രൂപം ആലേഖനം ചെയ്ത കുടകൾ അങ്ങനെ ഉയർത്തി. അങ്ങനെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ കൈവശമുള്ള പ്രത്യേക കുടകൾ, സ്പെഷ്യൽ കുടകൾ ഓരോന്നോരോന്നായി ഈ കുടമാറ്റത്തിൻ്റെ അതിൻ്റെ നിർണായക മണിക്കൂറാകുമ്പോഴേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആകാശത്തേക്ക് അവർ ഉയർത്തുകയാണ്. വീണ്ടും നിലക്കുടകളും രൂപമുള്ള പ്രത്യേക കുടകളുമൊക്കെ ഉയരുന്നു. ഇതാ നോക്കൂ, അവിടെ തിരുവമ്പാടി വീണ്ടും പരമശിവനെയാണ് ഇത്തവണ ആലേഖനം ചെയ്ത കുടയാണ് ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ നന്ദികേശൻ, ഇപ്പോഴിതാ പരമശിവൻ. അത് നാഗഭൂഷണം എന്ന് നമ്മൾ പറയും. നാഗത്തെ ധരിച്ചവൻ എന്ന് നമ്മൾ പറയുന്ന ആ രൂപമുള്ള ശിവരൂപം എന്ന് വെച്ചാൽ പരമശിവന്റെ രൂപം ആലേഖനം ചെയ്ത കുട. ഇത് നമ്മൾ പറയുന്നത്
ആ, പണ്ട് കാലത്തുണ്ടായിരുന്ന കുടകൾ എന്ന് വെച്ചാൽ വർണ്ണക്കുടകളല്ല, അതിനപ്പുറത്തേക്ക് രൂപങ്ങളുള്ള കുടകൾ. ഇതാ അവരവരുടെ മൊബൈൽ ഫോണുകളൊക്കെ അതിലെ ലൈറ്റുകൾ തെളിച്ച്, ടോർച്ചുകളൊക്കെ തെളിച്ച് ഈ ആൾക്കൂട്ടത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടം ഈ ദേശക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പരമശിവന്റെ രൂപം ആലേഖനം ചെയ്ത കുടകൾ തിരുവമ്പാടി ഉയർത്തി. പാറമേക്കാവിന് എന്താണ് മറുപടി എന്നാണ് നമുക്കറിയേണ്ടത്. അല്പസമയത്തിനകം നമുക്ക് പാറമേക്കാവിൻ്റെ മറുപടി അറിയാം. പൂരപ്പുഴം ഭാഗം ഏതാണ്ട് നിറത്തിൽ വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ഒരു വർഷത്തേക്ക്, അടുത്ത വർഷത്തേക്ക്, അടുത്ത പൂരക്കാലത്തേക്ക് നമുക്ക് ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള നിമിഷങ്ങളാണ് പൂരപ്പറമ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. ആവേശത്തോടെ ആ മേളത്തിനൊപ്പം ആളുകളിങ്ങനെ പൂരാവേശം അതിങ്ങനെ എന്താണ് തിരുവമ്പാടിയും പാറമേക്കാവിനെയും ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശക്കാരാണ്. വിജയകുമാർ, ഇപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും ആശംസകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജപ്പാനിൽ നിന്ന് ഒരുപാട് പേര് അയച്ചു, അതുകൊണ്ട് ജപ്പാന്റെ പേര് പറയാതെ വയ്യ. പോർച്ചുഗലിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് മലയാളികൾ അയക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, അതുപോലെയുള്ള ഒരുപാട് നഗരങ്ങളിൽ നിന്നൊക്കെ മലയാളികളേതായിട്ടുള്ള അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആശംസകൾ വരുന്നുണ്ട്. എത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. വർണ്ണ പ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രം. തിരുവമ്പാടിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പാറമേക്കാവ് നിൽക്കുന്നത് എതിർവശത്താണ്. ഇപ്പോഴിതാ വ്യത്യസ്തമായിട്ടുള്ള കുടകൾ, വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വീണ്ടും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അല്പനേരം മേളം കേൾക്കാം.
ക്ഷേത്രം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ അണിയറയിൽ ഒരുക്കി വച്ചിരുന്ന വർണ്ണക്കുടകൾ, രൂപങ്ങൾ, വിവിധ രൂപങ്ങൾ ആലേഖനം ചെയ്ത കുടകളൊക്കെ പുറത്തിറക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കൃഷ്ണന്റെ രൂപം ആലേഖനം ചെയ്ത കുടകൾ, മറുഭാഗത്ത് വീണ്ടും ഇതാ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിടമ്പേറ്റിയ ആ ഒരു തിടമ്പ് രൂപങ്ങൾ, ക്ഷേത്രത്തിലെ രൂപങ്ങൾ ആലേഖനം ചെയ്ത തിടമ്പുകൾ, എല്ലാ ആനകളുടെയും പുറത്ത് തിടമ്പുകൾ എന്ന് നമുക്ക് തോന്നാവുന്ന തിടമ്പുകൾ കുടകളാക്കുന്ന രൂപങ്ങൾ അവർ തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ ഇറക്കുന്നു. അങ്ങനെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും അണിയറയിൽ ഒരുങ്ങിയിരുന്ന പ്രധാനപ്പെട്ട കുടകൾ ഓരോന്നോരോന്നായി നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ മിന്നി മറയുകയാണ്. നമ്മൾ കാത്തിരുന്നത് ഇത്തരം അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ്. അത്ഭുതങ്ങൾ ഇതാ നമ്മളെ എന്താണ് വേറൊരു കാഴ്ചയുടെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കൃഷ്ണനും തിടമ്പും അതുപോലെ തന്നെ മറ്റ് പുരാണ കഥാസന്ദർഭങ്ങളുമൊക്കെ ആലേഖനം ചെയ്ത കുടകൾ, ഈ വർണ്ണക്കുടകൾക്കൊപ്പം ഇങ്ങനെ മിന്നി മറയുകയാണ് ആകാശത്ത്. പൂരപ്രേമികൾ തിരുവമ്പാടിയെയും പാറമേക്കാവിനെയും ഒക്കെ അങ്ങനെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മേളത്തിനൊപ്പം അവർ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അവരുടെ മൊബൈൽ ഫോണിലെ ടോർച്ചുകളൊക്കെ തെളിച്ച് അവർ വിവിധ തരത്തിലാണ് ഈ ദേശക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത്. നോക്കൂ, ആനപ്പുറത്ത് വെഞ്ചാമരവും ആലവട്ടവും വീശുന്ന ആനച്ചമയങ്ങൾ ഏന്തുന്ന കലാകാരന്മാർ, അല്ലെങ്കിൽ അവർ പോലും ഇങ്ങനെ മേളത്തിനൊപ്പം നൃത്തം ചെയ്യുകയാണ്. ആനയുടെ പുറത്ത് നൃത്തം ചെയ്യുകയാണ് അവരെങ്ങനെ. ആനയുടെ പുറത്ത് നൃത്തം ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനയുടെ പുറത്ത് അവർ നൃത്തം ചെയ്യുന്നതാണ്. അവർക്ക് സ്ഥിരമായി ഈ ആനച്ചമയവും ഏന്തി ആനപ്പുറത്ത് ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വീശുന്ന ആളുകളാണ്. അതൊരു കല തന്നെയാണ്. അവർക്ക് ആ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ബാലൻസിൽ നിന്നുകൊണ്ടാണ് ആനപ്പുറത്ത് നിന്ന് അങ്ങനെ നൃത്തം ചവിട്ടുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും ഒക്കെ ദേശക്കാരിങ്ങനെ ആ രണ്ട് വിഭാഗത്തെയും, രണ്ട് ദേശക്കാരും അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർ ആരോഗ്യകരമായ മത്സരമാണ് അവരുടെ ഇടയിലുള്ളത്. ആരോഗ്യകരമായ മത്സരം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പൂരപ്പറമ്പ് വിട്ടാൽ അവർ വീണ്ടും തോളിൽ കൈയിട്ട് യാത്ര ചെയ്യുന്നു, സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളാണ്. പൂരപ്പറമ്പിലും അങ്ങനെ തന്നെയാണ്. ആരുടേതാണ് ഏറ്റവും മികച്ച പൂരം, ആരുടേതാണ് മികച്ച കുടമാറ്റം, ആരുടേതാണ് മികച്ച വെടിക്കെട്ട്, ആരുടേതാണ് മികച്ച മേളം എന്നതിൽ മാത്രമേ അവർ തമ്മിലൊരു മത്സരമുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. വടക്കുന്നാഥന്റെ തെക്കേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.